ഈ കണ്ണൂരിലേക്കാണ്. മാലൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരുക്കേറ്റു. പൂവൻ പൊയിലിലാണ് സംഭവം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഗുരുതരമായ പരുക്കാണോ? ഇതിപ്പോൾ സ്ഫോടക വസ്തു അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണോ, അത് നിർവീര്യമാക്കിയോ? എന്താണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ? അനുജ, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് കണ്ണൂർ മാലൂരിൽ നിന്ന് ലഭിക്കുന്നത്. അവിടെ മാലൂരിൽ പൂവൻ പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. അവിടെ ഒരു വാഴത്തോട്ടമുണ്ട്. അവിടെ ഈ കാട് പിടിച്ച വാഴത്തോട്ടമാണ്. അത് വൃത്തിയാക്കുന്ന ജോലിയിലായിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ. അതിനിടെയാണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. 2 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. അവരെ 2 പേരെയും കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസും ബോംബ് സ്ക്വാഡും നിലവിൽ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഇത് ബോംബാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ എന്നതാണ് പോലീസ് പറയുന്നത്. ഒരു അല്പം പഴക്കമുള്ള സ്ഫോടക വസ്തുവാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പും കണ്ണൂരിൽ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചും അത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം പരിശോധനകൾ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ആ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. 2 പേർക്കാണ് പരിക്കേറ്റത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. അവർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. പോലീസ് കൂടുതൽ പരിശോധനയും ഈ ബോംബ് സ്ക്വാഡിന്റെ ഉൾപ്പെടെ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. മാലൂരിലാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. പരുക്ക് ഗുരുതരമല്ല. ഇപ്പോൾ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്.